ഇപ്പൊ അതിർത്തിയിൽ നമ്മുടെ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്ത് സൈനികര് നമുക്ക് വേണ്ടി പോരാടുന്നുണ്ട്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ കടമകൾ എന്തൊക്കെയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പൊ തന്നെ മോക്ക് ഡ്രിൽ എന്ന് പറയുന്ന സംഭവം വന്നപ്പോ തന്നെ ആദ്യം ഒട്ടും സീരിയസ് അല്ലാതെയാണ് എടുത്തത്. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ കമന്റ്സ് തന്നെ വായിച്ചപ്പോൾ മനസ്സിലായി ഞങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്, ഇവിടെയൊന്നും ഒരിക്കലും ബാധിക്കത്തില്ല, അങ്ങനെ ഒരു മൈൻഡിലാണ് എല്ലാവരും തന്നെ ഇരിക്കുന്നത്. അപ്പൊ അതെന്തായാലും മാറ്റണം. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഫേക്ക് ന്യൂസ് പബ്ലിഷ് ചെയ്യാതിരിക്കുകയും പിന്നെ അതുപോലെ പാർട്ടിപരമായിട്ട് നിൽക്കാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നമ്മൾ ഈ കേരളീയ മലയാളി എന്ന രീതിയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കേരളത്തിനകത്തല്ല യുദ്ധം നടക്കുന്നത്, ഇന്ത്യയിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാനുള്ളത് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ജവാൻ മരിച്ചു എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ വാർത്തകൾ മീഡിയാസിൽ കാണിക്കുന്നത് ബാക്കിൽ ബോംബിന്റെ എഫക്ട് വരുന്നുണ്ട്, അവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ച റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പാകിസ്ഥാനിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മളെ ഇന്ത്യക്കാരുടെ ഇടയിൽ ഒരു ഇത് വന്നത് മുസ്ലിങ്ങള് വേറെ അവര് മതം വേർതിരിച്ച് കാണുന്ന ഒരു ഇത് കണ്ടുവരുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പം മതം ജാതി അങ്ങനത്തെ യാതൊരു വേർതിരിവും ഇല്ല. നമ്മളൊന്നും അറിഞ്ഞൂടെ, ഞാൻ ഒന്നും അറിയാതെ ടി വി വെച്ചപ്പോഴാണ് പെട്ടെന്ന് മോക്ക് ഡ്രിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ യുദ്ധം വരണം. അതാണ് ഇങ്ങനെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ വിഷയം എസ്കലേറ്റ് ആവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൗരന്മാരെ നമ്മുടെ നാട്ടിൽ വന്ന് ഭീകരവാദികൾ ആക്രമിച്ചതിനെ തുടർന്നിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു പ്രതിരോധം തീർക്കുക എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു ആവശ്യമാണ്.